ഇപ്പോൾ സ്കീം വർക്കേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അംഗനവാടി, ആശാ വർക്കേഴ്സ്, NHRM വർക്കേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഉച്ചക്കഞ്ഞി വിതരണക്കാർ, അങ്ങനെ 4 സെക്ഷൻകാരാണ് ഇതുള്ളത്. അതിൽ അവരെ അംഗനവാടി വന്നാൽ അതിശക്തമായിട്ടുള്ള സംഘടനയാണ്. BMSൻ്റെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സംഘടന അഖിലേന്ത്യാ തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തനമുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. അവരുടെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് ഈ അംഗനവാടി ജീവനക്കാരെ അവരുടെ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നുള്ളതാണ്. അവർക്ക് ഹോണററിയാണ്, ശമ്പളമില്ല. അപ്പോൾ ശമ്പളമുള്ള ജീവനക്കാരായിട്ട് സർക്കാർ ജീവനക്കാരായിട്ടുള്ള സ്റ്റാറ്റസിലേക്ക് അവരെ കൊണ്ടുവരണം. അതാണ് ഏറ്റവും മുന്തിയ ഡിമാൻഡ്. ഇതിൽ കേന്ദ്ര സർക്കാർ അംഗനവാടി ജീവനക്കാർക്ക് 4500 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങളുടെ കൂടി ഷെയർ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പിന്നെ ഗോവയിൽ 21,000 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ അവർ സർക്കാർ ജീവനക്കാരെ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ്നാടും അവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് അംഗനവാടി ജീവനക്കാർക്ക് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലുള്ള സംവിധാനങ്ങൾ. ചിലവിടെ 15,000 ഉണ്ട്, ചിലർ 20,000 ഉണ്ട്, ചിലർ 10,000 ഉണ്ട്, ചിലർ 8,000 ഉണ്ട്, 6,000 രൂപയുണ്ട്. അപ്പോൾ ഏകീകൃതമായിട്ട് ഏതാണ്ട് 28 ലക്ഷത്തോളം വരുന്ന അംഗനവാടി ജീവനക്കാർ, പ്രത്യേകിച്ച് സ്ത്രീശക്തിയാണ്, മഹിളകളാണ് രംഗത്ത് പ്രവർത്തിക്കുന്നത്. അവിടെ ശാക്തീകരണ നിലയിൽ അംഗനവാടി ജീവനക്കാരെ പൂർണ്ണമായിട്ടും സർക്കാർ ജീവനക്കാരെ പോലെ പരിഗണിക്കുകയും അവർക്ക് മതിയായ വേതനം നൽകുകയും, ഇപ്പോൾ അവർക്ക് പെൻഷനില്ല, ഗ്രാറ്റുവിറ്റി ടോക്കൺ എമൗണ്ടാണ്. അതുകൊണ്ട് എത്രയും കഠിനമായിട്ട് നമ്മുടെ ഭാവി ഭാരതത്തെ വളർത്തിയെടുക്കുന്ന ചെറിയ കുട്ടികൾക്ക് സുരക്ഷയും അവർക്ക് വിദ്യാഭ്യാസവും എല്ലാം ഫീഡ് ചെയ്യുന്ന ഈ ജീവനക്കാർക്ക് നല്ലൊരു സ്റ്റാറ്റസ് കൊടുക്കേണ്ട അനിവാര്യമാണ്. അതുകൊണ്ട് അംഗനവാടി ജീവനക്കാരുടെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 68,000-70,000 അംഗനവാടി ജീവനക്കാരുണ്ട്. അവർ ഒത്തിരി മാനസിക സമ്മർദ്ദത്തിലും അധ്വാനത്തിനനുസൃതമായിട്ടുള്ള സൗകര്യം കിട്ടുന്നില്ല. അംഗനവാടി ജീവനക്കാർക്ക് അംഗനവാടി അല്ലാത്ത ഇതര ജോലിയും കൂടി ഏൽപ്പിക്കുകയാണ്. അംഗനവാടി ജീവനക്കാർക്ക് അംഗനവാടിയും അതിന് അനുബന്ധമായ ജോലിയല്ലാതെ സർക്കാരിൻ്റെ ഇതര പ്രവർത്തനങ്ങളെ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നൊരു ശ്രമം പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് മാറ്റിയിട്ട് ഈ അംഗനവാടികളൊക്കെ മികവിൻ്റെ സെൻ്ററായിട്ട്, അംഗനവാടി കേന്ദ്രങ്ങൾ നല്ല മികവിൻ്റെ സെൻ്ററായിട്ട്, ഡിജിറ്റലായിട്ട് ഏറ്റവും നല്ല A ക്ലാസ് സെൻ്ററുകളാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ശിശുസംരക്ഷണ മന്ത്രി സ്മൃതി ഇറാനി നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അംഗനവാടിയിലേക്ക് കുട്ടികൾ വരുന്നില്ല, അവിടെ അടിസ്ഥാന സൗകര്യം ഇല്ല, അവിടെ സൗകര്യങ്ങളില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഒരു മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് ഡിജിറ്റൽ അംഗനവാടികളും അവിടുത്തെ അംഗനവാടി ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുകയും അവർക്ക് മാന്യമായിട്ടുള്ള ഒരു വേതന നയം, മിനിമം വേതനം എന്ന രീതിയിലല്ല, ഒരു മിനിമം വേതനം ഇപ്പോൾ പല സ്ഥലത്തിലാണ്. അത് ഏകീകൃതമായി ഇന്ത്യ ഒട്ടാകെയുള്ള അംഗനവാടി ജീവനക്കാർക്ക് സുരക്ഷിതമായ വേതനവും സേവന ഘടനകളും അവരുടെ റിട്ടയർമെൻറ്റ്, പെൻഷൻ, റിട്ടയർമെൻറ്റ്, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല. അപ്പോൾ ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ BMSൻ്റെ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുള്ളത്. അത് ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് മാർച്ചിന് ശേഷം ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്ത് അംഗനവാടി ജീവനക്കാർക്ക് അവരുടെയൊക്കെ നല്ലൊരു സ്റ്റാറ്റസും അവർക്ക് മാന്യമായിട്ടുള്ള വരുമാന മാർഗവും സുരക്ഷിതമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നിവേദനവും ചർച്ചകൾ നടത്തുന്നുണ്ട്. ഗവൺമെൻറ് തീർച്ചയായിട്ടും അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഗണിച്ചില്ലെങ്കിൽ ഒരു തൊഴിലാളി സംഘടനയിൽ സ്കീം വർക്കേഴ്സിൻ്റെ എല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും സമരവും പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BMS തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തൊഴിലാളികളുടെ വികാരം, എല്ലാ തൊഴിലാളികളുടെ വിചാരം, ആവശ്യം, ഡിമാൻഡുകൾ ഗവൺമെൻറ് പരിഗണിക്കണം. അതുകൊണ്ട് സ്കീം വർക്കേഴ്സ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ രീതിയിൽ സേവനം ചെയ്യുന്നൊരു മേഖലയാണ്, ഒരു സേവന മേഖലയാണ്. പക്ഷേ അവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ BMS മുന്തിയ പരിഗണന കൊടുക്കേണ്ട. ഈ മേഖല എല്ലാം തന്നെ മഹിളാ പ്രവർത്തനം, ആശാ വർക്കറായാലും, ആശാ ഫെസിലിറ്ററായാലും, അംഗനവാടി ടീച്ചറായാലും, അംഗനവാടി ഹെൽപ്പറായാലും എല്ലാം തന്നെ അവർ വലിയ സേവനമാണ് രാജ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു അതിശക്തമായ നിലപാട് BMS എടുത്തിട്ടുണ്ട്. BMS ഗവൺമെൻറ്റുകളും സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ. തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അതിശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്.